നമ്മൾ മുമ്പ് പാടിയ പാട്ടിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന പാട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇപ്പോഴും ഓർക്കുന്ന പാട്ട് വല്ലതും ഉണ്ടോ? ചെറുപ്പത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, മദ്രസയിലൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് കൃത്യമായി പറഞ്ഞാൽ 90കളിൽ പാടിയ ഒരു പാട്ട് അതിപ്പോഴും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അത് സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു. ഇപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിൻ്റെ വരികൾ ഇങ്ങനെ വരാറുണ്ട്. വല്ലാത്ത ഒരു ഓർമ്മകളാണ് അതൊക്കെ. അതിൽ നിന്ന് 2 വരി ഒന്ന് പാടാമോ? അതിൽ നിന്ന് 2 വരി പാടാമോ എന്ന് ചോദിക്കുമ്പോൾ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഇന്ന് ആരാണ്, എവിടെ എത്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു ആ തണൽ ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. 90കളിൽ ഉസ്താദിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു പാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്നത്തെ വരികളും അന്നത്തെ സാഹചര്യങ്ങളുമൊക്കെ വെച്ചാണ് ആ പാട്ട് രചിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് പാടുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അതിശയോക്തി ഉണ്ടാവാം. ഏതായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനതിലെ ഏതാനും വരികൾ നിങ്ങൾക്ക് വേണ്ടി പാടാം. കൊട്ടപ്പൂറം നാട്ടിലന്ന് കൊടിയ മുജാഹിദുകൾ വന്ന് കൊട്ടിഘോഷിച്ചുള്ള സംവാദത്തിലും അന്ന് കൊടിയരെ കൊടുമ വയലിൽ ആഴ്ത്തിയോരാം ശൈഖുന AP. കൊട്ടപ്പുറം സംവാദവുമായി ബന്ധപ്പെട്ട വരികളാണ്. കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ അത് ബിദഅകളുടെ അടിവേരി അറുത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വാദപ്രതിവാദമായിരുന്നല്ലോ. ഈ 2 വരികളിൽ ആ വാദപ്രതിവാദം മൊത്തം മുഴച്ചു നിൽക്കുന്നുണ്ട്. അന്നത്തെ വരികളാണ്. അതുപോലെ ആ പാട്ടിൽ ഇങ്ങനെ ഒരു 2 വരി കാണാം. പണ്ടൊരു പള്ളിക്കു വേണ്ടി പാവന AP തീണ്ടി പലരും പലതും പറഞ്ഞ് നാട്ടിലാകെയും മണ്ടി അപ്പോഴും പടച്ച റബ്ബിനെ സാക്ഷിയായി മഹാൻ വിരൽ ചൂണ്ടി. വിശദീകരിക്കേണ്ടതില്ലല്ലോ ആ സംഭവമൊക്കെ. ഈ പാട്ട് അക്കാലത്ത് ഒരുപാട് വേദികളിൽ അൽഹംദുലില്ലാഹ് പാടിയിട്ടുണ്ട്. ഇപ്പോഴും സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ വരികൾ ഓർമ്മ വരും. ഉസ്താദ് അല്പം വരികളാണ് ഇപ്പം പാടിയത്. അതിൽ തന്നെ അന്നത്തെ AP ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്കും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എൻ്റെ ഒരു റിക്വസ്റ്റ്, ആ പാട്ടൊന്ന് പൂർത്തിയാക്കി പാടാൻ ഉസ്താദൊന്ന് മനസ്സ് വെക്കുമോ? ഇത് സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ കുറിച്ചായതുകൊണ്ട് എത്രയും പാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേതൃത്വത്തിന് ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, ഇസ്സത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞത് 90 കാലഘട്ടങ്ങളിലെ വരികളാണ്. പുതിയ കാലത്തെ പാട്ടുകളും വരികളും അതിന് പുതിയ ശൈലിയും ഭാവങ്ങളും ഒക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ പഴമ അതിൽ നിലനിൽക്കും. AP ഉസ്താദിൻ്റെ അന്നത്തെ, ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നേതൃത്വം ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുകയും ആർക്കും മാറ്റി നിർത്താനാവാത്ത ഒരു പ്രസ്ഥാനമായി സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ വളരുകയും ഉയരുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഈ പാട്ടിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ വരികൾ അത് വല്ലാത്തൊരു വരികളാണ്. വരികൾ ആ പഴമ അങ്ങനെ തന്നെ നിലനിൽക്കണമല്ലോ. അതുകൊണ്ട് ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് തന്നെ തുടക്കം ഇങ്ങനെയാണ്. ഒരിക്കലും തളരാത്ത AP, എവിടെയും വളരുന്ന AP, കേരള നാട്ടിൻ്റെ പണ്ഡിത പടയരാം AP, സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ സെക്രട്ടറിയാം AP. അന്ന് SYSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു
ഒന്നിരാ ഉസ്താദ് അവറുകൾ. പിന്നീടാണ് ഈ വരികൾ വരുന്നത്. കൊട്ടപ്പൂറം നാട്ടിലന്ന് കൊടിയ മുജാഹിദുകൾ വന്ന് കൊട്ടിഘോഷിച്ചുള്ള സംവാദത്തിലും അന്ന് കൊടിയരെ കൊടുമ വയലിൽ ആഴ്ത്തിയോരാം ശൈഖുന AP. പണ്ടൊരു പള്ളിക്കു വേണ്ടി പാവനായ പിയെ തീണ്ടി പലരും പലതും പറഞ്ഞ് നാട്ടിലാകെയും മണ്ടി. അപ്പോഴും പടച്ച റബ്ബിനെ സാക്ഷിയായി മഹാൻ വിരൽ ചൂണ്ടി. ഈ വിധം ത്യാഗം സഹിച്ച് ഇസ്സത്തോടെ അലങ്കരിച്ച് ഇമ്പമാർന്ന പ്രസംഗ ശൈലിയിൽ സർവം ത്യജിച്ച് നമ്മുടെ ഇഷ്ടായവരാം ശൈഖുന AP. കേരള നാട്ടിൻ്റെ ജീവേ കേളിമീകച്ചുള്ള പൂവേ കൂസലൽപ്പം ഏശിടാതെ ഗമിക്കുവിൻ ജീവേ. ജന കോടികൾ ആണി നിരക്കും പിന്നിലൻ പൂവേ.